എല്ലാ പെട്ടി ഷോകളെയും ഈ നിലമ്പൂർ അതിജീവിക്കും. ഞങ്ങൾ ഉണ്ടാകേണ്ടത് ഈ നാടിനാകെ ആവശ്യമാണ്. ഇവിടെ ചോദിക്കാനും പറയാനും, ഇവിടെ സംഘപരിവാറിൻ്റെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ നിൽക്കാനും ഇടതുപക്ഷം വേണം. ആദ്യം OLX തപ്പി നടന്നത് മുതൽ അങ്ങ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റഹീം സാഹൊക്കെ ഉണ്ടല്ലോ, 10-ലധികം വിവാദങ്ങളാണ് അവർ ഉയർത്തിയത്. ജനമനസ്സ് തേടിയുള്ള നമ്മുടെ യാത്ര നിലമ്പൂരിൽ തുടരുകയാണ്. ഞാനുള്ളത് വഴിക്കടവിലാണ്. അവിടെ മുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ യുവ നേതാക്കൾ എല്ലാവരും ഇന്ന് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. അവർ ഇവിടെ നിന്ന് ഏതാണ്ട് നിലമ്പൂർ വരെ യാത്ര ചെയ്തു. ഇടതുപക്ഷത്തിൻ്റെ യുവമുഖങ്ങളെല്ലാം ഈ ഒരു യാത്രയുടെ മുൻവശത്ത് തന്നെയുണ്ട്. അപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം ഇടതുപക്ഷ നേതാക്കൾ. റഹീം എം പി ഇതൊരു വല്ലാത്ത കാഴ്ചയാണ്. കാരണം ഇത്രയേറെ യുവജനങ്ങൾ ഒരുമിച്ച് നിർത്തി ഇടതുപക്ഷം UDF ഒന്ന് വിറപ്പിക്കാമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ആദ്യം മുതൽ തന്നെ സ്വരാജ് സ്ഥാനാർത്ഥിയായി DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ്. കേരളത്തിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഒരു രാഷ്ട്രീയ വ്യക്തിയാണ് സഖാവ് സ്വരാജ്. സ്വരാജ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ ഈ പറയുന്നൊരു ആവേശം പ്രകടമാണ്. 1. 2, കേരളത്തിലെ യൂത്തിന് ഏറ്റവും അധികം ഭാവിയിലേക്ക് വഴികാട്ടി കൊടുത്തൊരു ഗവൺമെൻറ്റാണ് 9 വർഷം പൂർത്തിയാക്കി നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാർ. ആ സർക്കാരിൻ്റെ തുടർ ഭരണത്തിൻ്റെ ദിശാസൂചികയായി ഇത് മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യ നിമിഷം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യൂത്ത് ആകെ ഇതേ കണ്ടില്ലേ, ഇവരെല്ലാവരും വളരെ ആവേശത്തോടു കൂടി ഇവിടെ നിൽക്കുകയാണ്. അത് പോളിംഗ് ബൂത്തിലെത്തുമ്പോഴും അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. റീൽസ് അല്ല, റിയലായി വോട്ട് പിടിക്കണം എന്നുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ കുറച്ച് ദിവസമായിട്ടുണ്ട്. എന്നെക്കാൾ വളരെ മുമ്പ് തന്നെയാണ് സ്വരാജും, അതുപോലെ തന്നെ വിജിനും വസീഫും ശ്യാമും അരുൺ ബാബുവും എല്ലാം എത്രയോ കാലമായിട്ട് ഇവിടെയുണ്ട്. അരുൺ ബാബുവിൻ്റെ എല്ലാം മുഖം നിങ്ങളിതിരെ അങ്ങനെ അധികം കണ്ടിട്ടുമല്ലോ ഉണ്ടാവില്ല. അരുൺ ബാബു എല്ലാം പക്ഷേ ഫീൽഡിൽ എത്രയോ ദിവസമായിട്ടുണ്ട്. ബാക്കി ഒന്നിനെയും ഞങ്ങൾ ജഡ്ജ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും കമൻറ്റും പറയുന്നില്ല. ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ചെയ്തിട്ടുണ്ട്. 8 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, അതിൽ 5ലും UDF ആണ്. അപ്പോൾ ഈ UDFൻ്റെ കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇളക്കാൻ പോകുന്ന ഒരു പ്രചാരണം നമ്മൾ ഇതുവരെ നടത്തിയിട്ടുണ്ടോ? പ്രചരണം നിങ്ങൾ തന്നെ കാണുന്നില്ലേ? ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരോട് സംവദിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രചരണം പോകുന്നത്. അവിടെയാണ് ഇപ്പോൾ പെൻഷൻ പോലും കൈക്കൂലിയാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത്. പല പ്രചരണങ്ങൾ നടത്തി തെറ്റായ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ നടത്തി പോകുന്നത് UDF ആണ്. ഇപ്പോൾ ഇവിടെ ഒരു മരണത്തെ പോലും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അവസാനം അവർ തന്നെ പോസ്റ്റ് എടുത്ത് ഓടിപ്പോകുന്ന കാഴ്ചയും കണ്ടു. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ നാട് സ്വരാജിനെ ഏറ്റെടുത്തു എന്നുള്ളത്. അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ സ്വരാജിൻ്റെ നാട്, അവരുടെ ഒരു അഭിമാനമാണ് സ്വരാജ് എന്നുള്ള ഒരു തോന്നലൊക്കെ അവർക്ക് തന്നെ ഉണ്ടല്ലോ. അവർക്കറിയാം അവരുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള സ്വരാജ് നിയമസഭയിൽ എത്തണം. നിയമസഭയിൽ ഉണ്ടായാൽ അതിൻ്റെ ഗുണമുണ്ടാകും. പ്രത്യേകിച്ച് ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു MLA ഉണ്ടായാലല്ലേ ഈ നാടിനൊരു ഈ വികസന പ്രവർത്തനത്തിനൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകും, ഒരു തുടർച്ചയുണ്ടാകൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും. സ്വരാജിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. വിജയൻ, ഈ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രചാരണത്തിന് എത്തുന്ന സമയത്ത് നിലമ്പൂരിലെ ആളുകളുടെ ഒരു സ്നേഹം എങ്ങനെയുണ്ട്? അല്ല, തീർച്ചയായും അത് അത്ഭുതപ്പെടുന്നൊരു സ്നേഹമാണ്. കാരണം നിലമ്പൂരിലെ എല്ലാ വീടിൻ്റെ അടുക്കളയിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അവർ അതുവരെ ക്ഷണിക്കുകയാണ്. അത്രയും സ്നേഹസമ്പന്നരായ, ഒരുപക്ഷെ മതനിരപേക്ഷതയുടെ ഒരു വലിയ തലം നമുക്ക് നിലമ്പൂരിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. എല്ലാവരും നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. നമ്മൾ ഓരോ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോഴും വളരെ സ്നേഹപൂർവ്വമായ ഇടപെടലുകൾ. അതോടൊപ്പം നിലമ്പൂരിൻ്റെ ഈ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ 9 വർഷത്തെ വികസനത്തെ അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട്. 2000 കോടിയുടെ വികസനം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്കൂളുകൾ ഉൾപ്പെടെയുണ്ടായ മാറ്റങ്ങൾ അതെല്ലാം ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും, അത് UDF പ്രവർത്തകരുടെ വീട്ടിൽ ചെല്ലുമ്പോഴും ആ വികസനത്തെക്കുറിച്ച് അവർ പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായും അതെല്ലാം വലിയ പ്രതീക്ഷയാണ്. നമുക്ക് അതെല്ലാം വോട്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. തീർച്ചയായും സ്വരാജിനെ പോലുള്ള ഒരുപക്ഷെ നമുക്കെല്ലാം നിയമസഭയിലെ റോൾ മോഡലായ സഖാവ് M സ്വരാജിൻ്റെ വിജയത്തിന് നിലമ്പൂർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. തിരുവമ്പാടിയും നിലമ്പൂരും ഭൂപ്രകൃതിയിൽ വലിയൊരു വ്യത്യാസം കാണുന്നില്ല. അതെ, സമാനമായ സാഹചര്യമാണ്. തിരുവമ്പാടിയുടെ മനസ്സും ഇവിടുത്തെ മനസ്സും ഒന്നാണ്. തിരുവമ്പാടി ഒരു ഇടതുപക്ഷ MLA ആണ്, ഇവിടുന്ന് ഒരു ഇടതുപക്ഷ MLA. അത് കേരളത്തിന് മാതൃകയാവുന്ന MLA M സ്വരാജ് വിജയിക്കും. അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇപ്പോൾ ഈ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നത്, അതെല്ലാം മറികടക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ LDF സർക്കാരിനായിട്ടുണ്ട് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം.
അതെ, അതാണ് നേരത്തെ വിജയൻ ഇവിടെ സൂചിപ്പിച്ചത്. 2000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളോട് നടന്നിട്ടുണ്ട്. അപ്പോൾ വികസനം, ക്ഷേമം, നല്ല നിലമ്പൂർ ഈ ക്യാമ്പയിൻ ഏറ്റവും മികവുറ്റ നിലയിൽ ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. സ്വരാജേട്ടൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഓക്കെ, വി കെ സനോജ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ പ്രചാരണത്തിൻ്റെ ഞങ്ങളെവിടെ ചോദിക്കുന്ന സമയത്ത് തിരക്കിലാണ്, പല സ്ഥലങ്ങളിലായിട്ടാണ്. എന്താണ് നിലമ്പൂരിൻ്റെ ഒരു പൾസ് കിട്ടുന്നത്? നിലമ്പൂരിൻ്റെ ഒരു പൾസ് എന്ന് പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആളുകൾ സ്വരാജിന് വോട്ട് ചെയ്യാൻ തയ്യാറെടുത്തു എന്നുള്ളതാണ്. അതിൽ ഇപ്പം പ്രധാനമായിട്ടും യൂത്ത് അങ്ങനെ തന്നെ, വിദ്യാർത്ഥികളും യുവാക്കളും അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയൊന്നുമല്ല, പക്ഷേ സ്വരാജ് ജയിക്കണം എന്നുള്ളതാണ്. അപ്പം വലതുപക്ഷ ക്യാമ്പിൽ നിന്ന് പോലും ആയിരക്കണക്കിന് വോട്ടുകൾ സ്വരാജിനെ ആകർഷിക്കാൻ വേണ്ടി ഇതിനകം കഴിഞ്ഞിരിക്കുന്നു. അതവർ പരസ്യമായി പറയാണ്, പരസ്യമായി പറയാത്ത ആളുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമേ ഇല്ല, ഇത് സ്വരാജ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് വിജയിച്ച് കേരളത്തിലെ നിയമസഭയിലെത്തും. പിന്നെ സ്വരാജിനെ ആളുകൾ കാണുന്നത് കേവലം ഒരു രാഷ്ട്രീയക്കാരനായി മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. സ്വരാജിനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നായകനായിട്ട് ആളുകൾ കാണുകയാണ്, എഴുത്തുകാരനായിട്ട് കാണുകയാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ആളായി ഈ ലോകരാഷ്ട്രീയമാകെ വിശകലനം ചെയ്യുന്ന അങ്ങനെയെല്ലാമുള്ള ഒരു വലിയ നിലയിലാണ് സ്വരാജിനെ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ നിലമ്പൂരിൻ്റെ പ്രതിയാവുക എന്നുള്ളത് നിലമ്പൂരിന് എല്ലാവരുടെയും ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ പൂർണ്ണമായും സ്വരാജിനെ ഈ മണ്ഡലം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ജയിക്ക് ഇതിന് മുൻപൊരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട ആൾ കൂടിയാണ്. അപ്പോൾ UDFന്റെ പ്രചാരണത്തെ പൊളിക്കാനുള്ള തന്ത്രങ്ങൾ ജയിക്കിന് ഒരു പടി കൂടി മുന്നിൽ അറിയാം. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലേക്ക് ജയിക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? UDF മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അത് തകർക്കാൻ ജയിക്കിൻ്റെ കയ്യിൽ എന്താണുള്ളത്? എന്താണ് ജനങ്ങളോട് സംവദിക്കുന്നത്? യഥാർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്കാകെ ഏറ്റവും കൂടുതൽ താരതമ്യേന ജോലി കുറഞ്ഞൊരു തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം അങ്ങ് ശ്രദ്ധിച്ചാൽ മതി, നിലമ്പൂരുകാരനായ ഗസൽ മാന്ത്രികൻ ഷഹബാസ് അമൻ അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അംഗത്തോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ആളല്ല. ഷഹബാസ് അമൻ സഖാവ് സ്വരാജിനെ കുറിച്ച് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ സഖാവ് സ്വരാജ് നിലമ്പൂരിൽ നിന്ന് ഞാൻ വോട്ട് ചെയ്യുമെന്ന് മാത്രമല്ല, നിലമ്പൂരിൽ എന്ത് സംഭവിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണത്തിന്, മൂന്നാം ഭരണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്നാണ് നിലമ്പൂരുകാരനായ ഷഹബാസ് അമൻ പറഞ്ഞത്. ഷഹബാസ് അമൻ മുതൽ നിലമ്പൂർ ആയിഷ വരെ, കെ സച്ചിദാനന്ദൻ മുതൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുതൽ മയ്യഴിയുടെ കഥാകാരനായ M മുകുന്ദൻ വരെ ലോക കേരളത്തിൻ്റെ പ്രതീകങ്ങളായ എല്ലാ മനുഷ്യന്മാരും ഇതേപോലെ ഞങ്ങൾ എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചോ അത് ഞങ്ങളെക്കാൾ മുമ്പേ ഞങ്ങൾക്ക് വേണ്ടിയും ഇടതുപക്ഷത്തിന് വേണ്ടിയും സഖാവ് സ്വരാജിന് വേണ്ടിയും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് താരതമ്യേന ഞങ്ങൾക്ക് ജോലി കുറഞ്ഞ തെരഞ്ഞെടുപ്പാണിത്. അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിറവ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് കേരളം അഭിമാനത്തോടുകൂടെ സഖാവ് സ്വരാജിനെ കേരള നിയമസഭയുടെ അംഗത്വത്തിലേക്കും അതുവഴി ഇടതുപക്ഷ ഭരണത്തിൻ്റെ തുടർച്ചയിലേക്കും കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. കുറേ ദിവസമായിട്ട് ആളുകളായിട്ട് നേരിട്ട് സംവദിക്കുകയാണല്ലോ, അപ്പോൾ അവരുടെ ഒരു മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്വരാജ് സാറിന് അനുകൂലമായ നല്ല അഭിപ്രായമാണ് ഓരോ സ്ഥലത്തുനിന്നും വരുന്നത്. കേരള നിയമസഭയിൽ സ്വരാജ് സാറിൻ്റെ തീക്ഷ്ണമായ മനോഹരമായ ശബ്ദം ഉണ്ടാകണമെന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ നിലമ്പൂരുകാരനും വോട്ട് ചെയ്യാൻ അവരുടെ ഒരു അഭിമാനം നിയമസഭയിൽ ഉണ്ടാകണം, അവരുടെ ഒരു ശബ്ദം ഉണ്ടാകണം എന്ന ബോധ്യത്തിലാണ് ഓരോ ആളുകളോടും സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ സ്വരാജ് സാറിന് പിന്തുണ നൽകുന്ന ഒരു വലിയ മനോഹരമായ ഒരു അനുഭവമാണ് ഇവിടുന്ന് ഓരോ സ്ഥലത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ ചർച്ചകളിൽ UDFന്റെ നയങ്ങളെ അവർ പറയുന്ന കാര്യങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ആളാണ് ശ്രീ അരുൺകുമാർ. അപ്പം ഈ ആ ഒരു സംവാദത്തിൻ്റെ ഒരു കരുത്ത് ഇവിടെയുള്ള ആളുകളായിട്ട് നേരിട്ട് പറയുമ്പോൾ അവരോട് കുറെ കൂടി ചേർന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അതായത് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രധാനമായും വികസന രാഷ്ട്രീയമാണല്ലോ. ഇതുവരെ ഒരു വിഷയം പോലും UDF ഉയർത്തിയില്ല. ആദ്യം OLX തപ്പി നടന്നത് മുതൽ അങ്ങ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റഹീം സവാക്ക് ഉണ്ടല്ലോ, 10-ലധികം വിവാദങ്ങളാണ് അവർ ഉയർത്തിയത്. ഇപ്പം ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ തോക്കുധാരികളായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ഒക്കെ ഞങ്ങളുടെ വാഹനം തടഞ്ഞു. അതുവരെ വിവാദമാക്കിയിട്ട് എല്ലാം പൊളിഞ്ഞു പാളിസാകുന്ന സ്ഥിതിയാണ്. അപ്പോൾ ആ വികസന രാഷ്ട്രീയം അവർ ഉയർത്താത്തത് അവർക്ക് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യവും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കൃത്യമായി 1 മാസം മുമ്പേ കൊടുത്തു, ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചല്ലോ 2000 കോടി രൂപയുടെ വികസനം ഇവിടെ, അതുപോലെ കേരളത്തിലാകമാനം പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുന്നു. ആ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 900-756 കാര്യങ്ങൾ നടത്തി പൂർത്തീകരിച്ചു. അതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു വിജ്ഞാന സമൂഹത്തിലേക്ക്, ഒരു നവകേരള നിർമ്മിതിയിലേക്ക് സഖാവ് M സ്വരാജ് കൂടി നിയമസഭയിലേക്ക് എത്തുക എന്നുള്ള ഒരു ദൗത്യ പൂർത്തീകരണത്തിന് ജനങ്ങൾ തയ്യാറെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒറ്റ ചോദ്യം കൂടി MP, ഈ പെട്ടി വിവാദമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ആളുകൾ അത് ചർച്ച ചെയ്യപ്പെടുമോ? അല്ല, അതെ, ഇതിനകത്തുള്ള കാര്യം എങ്ങനെയാണ് ആളുകളോട് പെരുമാറുക എന്നതൊരു പ്രശ്നം
പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു MLA, ആ MLAയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഒരാളിൽ നിന്നും നമ്മൾ നിയമത്തിന് വിധേയമാകേണ്ടവരാണ്. അപ്പം എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ അല്ല, ഞാൻ പറഞ്ഞ വ്യത്യസ്ത തിരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ വേറൊരു കമൻറ്റും അതിലേക്ക് പോകുന്നില്ല. കൂടുതൽ ഒരൊറ്റ കാര്യമുള്ളൂ, ഒരുപാട് മുഖംമൂടികൾ അഴിഞ്ഞു വീണു, ഒരുപാട് പേര് എക്സ്പോസ് ചെയ്യപ്പെട്ടു, രാഷ്ട്രീയമായും എക്സ്പോസ് ചെയ്യപ്പെട്ടു. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോര് ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്, അത് പൂർണ്ണമായി എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ മറ്റ് പലരുടെയും പല നാട്യങ്ങളും ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഞങ്ങളൊക്കെ മുമ്പ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അവർ തന്നെ ജനങ്ങളെ തെളിയിച്ചു. അവിടെയാണ് ആരോട് പറഞ്ഞത് വളരെ റിമാർക്കബിൾ ആകുന്നത്. ഞങ്ങളുടെ പണി നന്നായി കുറച്ചു തരുന്ന എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു. ഒറ്റ കമന്റ്, എല്ലാ പെട്ടി ഷോകളെയും ഈ നിലമ്പൂർ അതിജീവിക്കും. ഇത്തവണ നിലമ്പൂരിൽ കാര്യങ്ങൾ ജോറാകുന്നതാണ്. ഈ സോഷ്യൽ മീഡിയ മുഴുവൻ കാണുമ്പോൾ അങ്ങനെ അല്ല, അതെങ്ങനെയെന്നറിയാമോ? അതിനെന്താ വെച്ചാൽ നമ്മൾ വളരെ റിയാലിറ്റിയോടുകൂടി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുകയും അവരോടൊപ്പം ആവേശത്തിൽ പങ്കുചേരുകയും അവരോടൊപ്പം മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് അധികം അഭിനയിക്കാറില്ല, അതിൻ്റെ പ്രശ്നമുണ്ട്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞങ്ങളെ ഏൽപ്പിക്കുന്ന പണി ഞങ്ങൾ കാര്യമായി ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, ഇതിനകത്തൊരു പൊളിറ്റിക്കലി ഒരു കാര്യം കൂടി പ്രസക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇതിനു മുമ്പ് ഡൽഹിയിലേക്കൊരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് കൊടുത്ത് അവരെ വിട്ടു. ആ ജനത്തിന് നന്നായിട്ട് അറിയാം ഈ അരിവാളുകാർ, ഈ ചെങ്കൊടിക്കാർ, ഈ ഇടതുപക്ഷക്കാർ കേരളത്തിൽ വേണം. കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാകേണ്ടത് ഈ നാടിനാകെ ആവശ്യമാണ്. ഇവിടെ ചോദിക്കാനും പറയാനും, ഇവിടെ സംഘപരിവാറിൻ്റെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ നിൽക്കാനും ഇടതുപക്ഷം വേണം. അത് ഷോയല്ല, വളരെ റിയലായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിൽക്കാനും നെഞ്ചുകൊടുത്ത് നിൽക്കാനും ഇടതുപക്ഷം ഇവിടെ വേണമെന്ന ബോധ്യം മലയാളികൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇടതുപക്ഷത്തിന്റെ യുവ നേതാക്കളുടെ മുഖത്ത് ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷമുണ്ട്. അവർ പൂർണ്ണമായും ഒരു ആത്മവിശ്വാസം സുരിക്കുന്ന മുഖവുമായി ഇന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിയാണ്. ഇന്ന് രാവിലെ മുണ്ടയിൽ നിന്ന് ആരംഭിച്ച് അങ്ങ് നിലമ്പൂർ വരെ നീളുന്ന ഒരു റോഡ് ഷോയാണ്. യുവ വോട്ടർമാരെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതോടൊപ്പം തന്നെ ഈ നാട് ഇളക്കി മറിക്കുന്ന ഒരു പ്രചാരണത്തിന് അവർ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരും, അടുത്ത സ്ഥലത്ത് കാണാം.